ഇന്നത്തെ വീഡിയോയിൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷന്റെ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ക്യാൻ മേക്ക് എ റെക്ടാംഗിൾ യൂസിംഗ് 4 equilateral triangles of the same size by cutting 2 of them along their heights and rearranging these pieces and the other 2 whole triangles. ഇവിടെ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 സമഭുജ ത്രികോണങ്ങൾ, ഒരേ സൈസിലുള്ള 4 സമഭുജ ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾസ്, 2 റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം കട്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു റെക്ടാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഫ് ദി സൈഡ്സ് ഓഫ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ 2 centimeters, വാട്ട് ഈസ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെ എല്ലാം, ഈ സമഭുജ ത്രികോണങ്ങളുടെ എല്ലാം സൈഡ് എന്ന് പറയുന്നത് 2 centimeter ആണെങ്കിൽ ഈ ഒരു ചതുരത്തിന്റെ, ഈ റെക്ടാംഗിളിന്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണ്ടേ? ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ എല്ലാം സൈഡ് 2 centimeter ആണ് തന്നിട്ടുണ്ട് അല്ലേ? 3 സൈഡ് എന്ത് തന്നെ ആയിരിക്കും? 2 centimeter തന്നെ ആയിരിക്കും. എല്ലാം ഒരേ സൈസുള്ള ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് അല്ലേ? ഇനി ഇവിടെ ഈ 2 ട്രയാംഗിൾസിനെ ഈക്വൽ ആയിട്ടാണ് 2 റൈറ്റ് ട്രയാംഗിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ? ഇവിടുത്തെ ഈ ഒരു പാർട്ട് എന്തായിരിക്കും? 1 centimeter ആയിരിക്കും. ഇതും എന്ത് തന്നെ ആയിരിക്കും? 1 centimeter തന്നെ ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ അല്ലേ? 1 centimeter 1 centimeter. നമുക്കറിയാം ഈ സൈഡ് എന്താണ്? 2 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ട്രയാംഗിളിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇവിടെ എന്താണ് ഹൈപ്പർന്യൂസ്? ഹൈപ്പർന്യൂസ് 2 ആണ്. 2 സ്ക്വയർ മൈനസ് ബേസ് 1 ആണ്. 1 സ്ക്വയർ. 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് വരും. ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് 3. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3 centimeter ആയിരിക്കും. ഇവിടുത്തെ ഹൈറ്റ് നമുക്ക് കിട്ടി. എന്താണ്? √3 centimeter ആണ് ഹൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു റെക്ടാംഗിളിന്റെ സൈഡ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് എന്താണ്? ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു സൈഡ് ആണ് ഇവിടെ ബ്രെഡ്ത്ത് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്തായിരിക്കും? 2 centimeter ആയിരിക്കത്തില്ലേ? ഇനി ഈ ഒരു പോർഷൻ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഈ കട്ട് ചെയ്തേക്കുന്ന 2 പാർട്ടാണ് ഈ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെന്താണ്? ആ ഒരു ട്രയാംഗിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഇത് എത്ര വരും? √3 എന്ന് വരും. ഈ പാർട്ടും എന്ത് തന്നെ ആയിരിക്കും? √3 ആയിരിക്കും. ടോട്ടൽ എന്താണ്? 2√3 centimeter ആണ്. ഈ ഒരു റെക്ടാംഗിളിലെ ലെങ്ത് എന്ന് പറയുന്നത് 2√3, √3 + √3, അതാണ് 2√3. അതുപോലെ ബ്രെഡ്ത്ത് എന്താണ്? 2 centimeter ആണ്. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താ? 2 × L + V. 2 × നീളം പ്ലസ് വീതിയാണ് റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ. 2 × നീളം നമുക്കറിയാം. എന്താ? 2√3. വീതിയും നമുക്കറിയാം, +2. നമുക്കിനി എന്ത് ചെയ്യാം? √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 2 × √3, അതായത് 2 × √3യുടെ വാല്യൂ എന്ത്? 1.732. എന്ത് വരും? 2 × 1.732 3.464 എന്ന് വരും. അതെവിടെ? 3.464 + 2 എന്നകത്ത് വരും അല്ലേ? എന്തായിരിക്കും? 2 × 3.464 + 2 എന്താണ്? 5.464 ആണ്. ആൻസർ എന്ന് പറയുന്നത് 2 × 5.464 എന്തായിരിക്കും? 10.928 centimeter. പെരിമീറ്റർ അല്ലേ? 10.928 centimeter ആണ് ഈ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. ഇനി ഏരിയ നോക്കാം. ഏരിയ ഇക്വേഷൻ എന്താ? L × B. നീളം × വീതി. നീളം എന്താണ് ഇവിടെ? 2√3 ആണ്. വീതി 2 centimeter ആണ്. 2√3 × 2 എന്തായിരിക്കും? 4√3 എന്ന് വരും. √3യുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 4 × 1.732. ആൻസർ 6.928 centimeter square. ഈ ഒരു റെക്ടാംഗിളിന്റെ ഏരിയ 6.928 centimeter സ്ക്വയറും പെരിമീറ്റർ 10.928 centimeter എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. We can make a trapezium
by cutting a square and an equilateral triangle with the sides twice that of the square and rearranging the pieces as below. ഇവിടെ ഒരു ട്രപ്പീസിയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, ഒരു ലംബകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയറും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സ്ക്വയറിന്റെ സൈഡിന്റെ ട്വൈസ് അല്ലെങ്കിൽ സ്ക്വയറിന്റെ സൈഡിന്റെ ഇരട്ടിയാണ് ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്. സ്ക്വയറിനെ ഡയഗണലി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 പീസും കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ട്രപ്പീസിയം ഫോം ചെയ്തേക്കുന്നത്. ഇനി എന്ത് ചോദിച്ചേക്കുന്നത്, ഇഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ, സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു ട്രപ്പീസിയത്തിന്റെ പെരിമീറ്ററും ഏരിയയും എന്തായിരിക്കും ചോദിച്ചേക്കുന്നത്. നോക്കാം. സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്തായിരിക്കും, 4 സെന്റിമീറ്റർ ആയിരിക്കത്തില്ലേ. സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്തായിരിക്കും, സ്ക്വയറിന്റെ സൈഡിന്റെ ട്വൈസ് അല്ലേ, അന്നേരം 4 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു പാർട്ട് 2 ആയിരിക്കത്തില്ലേ, ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിച്ചൂടെ, എന്തായിരിക്കും, ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ, അതായത് 4 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്താ 2 സ്ക്വയർ, എന്ത് കിട്ടും, റൂട്ട് ഓഫ് 16 മൈനസ് 4 എന്ന് കിട്ടും. എന്തായിരിക്കും, റൂട്ട് 12 ആയിരിക്കും. ഇനി റൂട്ട് 12നെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 4 into 3 എന്ന് എഴുതിക്കൂടെ റൂട്ട് 12നെ, റൂട്ട് 12 ഈക്വൽ ടു റൂട്ട് ഓഫ് 4 into 3. റൂട്ട് ഓഫ് 4 into 3 റൂട്ട് 4 into റൂട്ട് 3 എന്ന് എഴുതാലോ. റൂട്ട് 4 നമുക്കറിയാം 2 ആണ്, 2 റൂട്ട് 3 എന്ന് വരും. 2 റൂട്ട് 3 സെന്റിമീറ്റർ ആണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ ഡയഗണൽ കണ്ടുപിടിക്കണം, ഈ ഒരു വികരണം കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 സെന്റിമീറ്റർ ആണ്. സ്ക്വയർ അല്ലേ, ഇതിന്റെ ഹൈപ്പട്ന്യൂസ് അല്ലേ ഇത്, ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പട്ന്യൂസ് അല്ലേ ഇത്, കർണവല്ലേ, എന്നിങ്ങനെ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 4 റൂട്ട് 8 എന്ന് വരും. റൂട്ട് 8നെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 4 into 2 എന്ന് എഴുതിക്കൂടെ, അതിനെ റൂട്ട് 4 into റൂട്ട് 2 എന്ന് എഴുതാമല്ലോ. റൂട്ട് 4 എന്താണ്, 2 ആണ്, അരെ ഈക്വൽ ടു 2 റൂട്ട് 2 എന്ന് കിട്ടും. 2 റൂട്ട് 2 സെന്റിമീറ്റർ. ഇവിടെ റൂട്ട് 4 2 ആണ്, റൂട്ട് 2 അതുപോലെ തന്നെ എഴുതി 2 റൂട്ട് 2 സെന്റിമീറ്റർ. ഇവിടെ ഈ വികരണം എന്താന്ന് കിട്ടി, 2 റൂട്ട് 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ട്രപ്പീസിയത്തിന്റെ സൈഡ്സ് ഒക്കെ കണ്ടുപിടിച്ചൂടെ. ഇതെന്താണ്, ഈ ഒരു ഹൈറ്റ് അല്ലേ ഈ കൊടുത്തേക്കുന്ന ഈ സൈഡ് അല്ലേ, ഈ ഹൈറ്റ് ആണ് ഈ സൈഡ്. അത് എത്ര ആയിരിക്കും, 2 റൂട്ട് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു ഡയഗണൽ അല്ലെങ്കിൽ ഈ ഒരു വികരണം അതാണ് ഈ കൊടുത്തേക്കുന്നത്. അത് എത്രയാണ്, 2 റൂട്ട് 2 സെന്റിമീറ്റർ ആണ്. ഈ സൈഡ് എത്ര, ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താ 2 സെന്റിമീറ്റർ അല്ലേ, ആരം ഇവിടെ 2 സെന്റിമീറ്റർ. അതുപോലെ ഈ സൈഡ് എന്താണ് 2 റൂട്ട് 3, ഈ സൈഡ് എന്താണ് 2 റൂട്ട് 3 സെന്റിമീറ്റർ. ഇവിടെ വീണ്ടും 2 സെന്റിമീറ്റർ, ഇവിടെ 2 റൂട്ട് 2 സെന്റിമീറ്റർ. എല്ലാ സൈഡും കിട്ടിയില്ലേ. ഇവിടെ മൊത്തത്തിൽ എത്ര വരും, 4 പ്ലസ് 2 റൂട്ട് 3 എന്ന് വരും ഈ സൈഡ് സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയയും വേണം, പെരിമീറ്ററും വേണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ. പെരിമീറ്റർ ഈക്വൽ ടു 4 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് 2 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് 2 റൂട്ട് 2. എല്ലാം ആയില്ലേ, എല്ലാ സൈഡും ആയില്ലേ. എങ്ങനെ ആഡ് ചെയ്യും, ഇവിടെ റൂട്ട് 3യുടെ ടേം രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. 2 റൂട്ട് 3യും 2 റൂട്ട് 3 മൊത്തം 4 റൂട്ട് 3. ഇവിടെ ഒരു 4 ഉണ്ട്, 4 പ്ലസ് 4 റൂട്ട് 3. അതുപോലെ റൂട്ട് 2ന്റെ ടേമും ആഡ് ചെയ്യാം. 2 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 മൊത്തം എന്തായി 4 റൂട്ട് 2. 4 പ്ലസ് 4 റൂട്ട് 3 പ്ലസ് 4 റൂട്ട് 2 എന്ന് കിട്ടും. നിങ്ങൾക്ക് റൂട്ട് 3യുടെയും റൂട്ട് 2ന്റെയും വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. ആൻസർ എന്ത് കിട്ടും, ഇവിടെ റൂട്ട് 3യുടെ വാല്യൂ എന്തോ 1.732. 4 into 1.732 ചെയ്യുക. 4 into റൂട്ട് 2യുടെ വാല്യൂ എന്തുവാ 1.414. 4 into 1.414 ചെയ്യുക.
ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 16.584 സെന്റിമീറ്റർ എന്ന് കിട്ടും ഈ ഒരു ട്രപ്പീസിയത്തിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ട്രപ്പീസിയത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എച്ചും എയും ബിയും ഒക്കെ എന്താന്ന് നോക്കാം. എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ്, ഈ ഒരു ഹൈറ്റ്. ഇനി എയും ബിയും ഇതിന്റെ ഈ ഒരു പാരലൽ സൈഡ്സ് കണ്ടോ, ഇതാണ് എയും ബിയും. ഇനി എച്ച് നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ. എച്ച് എന്താണ്? ഈ ഒരു സൈഡ് അല്ലേ ഇതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. ഇവിടെ 2 സെന്റിമീറ്റർ. അര ഹാഫ് ഇൻറ്റു എച്ചിന് വരെ എന്ത് എഴുതും? 2. എ എന്താണ്? 2√3 ആണ്, 2√3. ഇനി ബി എന്താണ്? ഈ സൈഡാണ് ബി, 4 + 2√3. എന്ത് വരും? ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എന്ത് വരും? 2√3 + 2√3 എന്തായിരിക്കും? 4√3. അന്നേരം 4 + 4√3 എന്ന് വരും. ഇതിനകത്ത് നിങ്ങൾ √3യുടെ വാല്യൂ 1.732 ഇട്ട് കൊടുക്കുക. ആൻസർ എന്ത് വരും? ആഡ് ചെയ്യുമ്പം 10.928 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും ഇതിന്റെ ഏരിയ.